എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഓണാശംസകൾ. ഇന്ന് ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഓണം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. മാവേലി ഒരു സൈഡിൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ഒരു ഹോളിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. ആദ്യം തന്നെ മഹാബലിയെ വരവേൽക്കുകയാണ്. മഹാബലിയെ കാണുമ്പോൾ കൃഷ്ണനുമായിട്ട് ചെറിയ സാദൃശ്യം തോന്നിക്കഴിയുക. അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. മഹാബലി തമ്പുരാൻ എഴുന്നള്ളി പ്രജകളെല്ലാം അനുമോദിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇനിയിപ്പം മഹാബലിയെ മുമ്പിൽ നിർത്തി വേണം നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ കൊല്ലം നമ്മൾ വീട്ടിലായിരുന്നു നടത്തിയത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അതൊരു ഹാളിലോട്ട് മാറ്റി. കാര്യം നമ്മൾ അറൗണ്ട് ഒരു 40 പേര് അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പം ടിപ്പിക്കൽ രീതിയിൽ തന്നെ അത്തപ്പൂ അതിനടുത്തായിട്ട് ഒരു തിരുവാതിരയോടുകൂടി തുടങ്ങാനാണ് പ്ലാന്. സദ്യയെല്ലാം നമ്മൾ ഒരു സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം സദ്യയിലേക്ക് കടക്കാം. അതാണ് പ്ലാനാക്കി വെച്ചേക്കുന്നത്. പിന്നീട് നമുക്ക് സദ്യയെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത ഇതിലോട്ട് പറയാവുന്നതാണ്. അപ്പം നമ്മൾ ഒട്ടും ഡിലേ ചെയ്യുന്നില്ല. ആദ്യം തന്നെ നമ്മുടെ തിരുവാതിരയോടുകൂടി വരും. അങ്ങനെ ഓണത്തിൻ്റെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞിരുന്നു. നമ്മുടെ മഹാബലി തമ്പുരാൻ കുറച്ച് മോഡേൺ ആയത് കാരണം പുള്ളിക്ക് ഒരു ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും ആഗ്രഹം നമ്മൾ പ്രജകളങ്ങ് സാധിച്ചു കൊടുത്തിരുന്നു. പിന്നീട് സദ്യയെ പറ്റി പറയുകയാണെങ്കിൽ സദ്യ ഞങ്ങൾ ഒരു 10 ഫാമിലി അറൗണ്ട് ഉള്ളത് കാരണം എല്ലാവർക്കും ഞറുക്കിട്ടു. ഓരോരുത്തർക്ക് കിട്ടുന്ന ഐറ്റം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക, അതായിരുന്നു ടാസ്ക്. എനിക്ക് കിട്ടിയിരുന്നത് പരിപ്പ് കറിയും ക്യാബേജ് തോരനും. രണ്ടും വലിയ സാഹസം നിറഞ്ഞ പരിപാടി ആയത് കാരണം ഇച്ചിരി സമയമെടുത്തു, എങ്കിലും ഒരു രസമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കുറേ ഐറ്റംസ്, ഏകദേശം 20 കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. സദ്യ അങ്ങനെ സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു സദ്യ. നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ഹാളിലായിരുന്നു നമ്മൾ ബുക്ക്
ചെയ്തത്. ലാസ്റ്റ് ടൈം വീട്ടിലായിരുന്നു. ഞങ്ങൾ എറൗണ്ട് ഒരു 40 പേരുണ്ടായിരുന്നു. അത് കാരണം ഹാള് തന്നെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൗണ്ട് ഉണ്ടാക്കാം, അത്യാവശ്യം കിടന്ന് ഡാൻസ് കൂടാം, എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാം. അങ്ങനെ പലതരം പോസിറ്റീവ്സ് ഹാളിലുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും കൂടി കൂടിയിരുന്ന് നല്ല രീതിയിൽ തന്നെ ഫുഡെല്ലാം കഴിച്ചു, എൻജോയ് ചെയ്തിരുന്നു. ഇനി ഇതിന് ശേഷം കുറച്ച് കുട്ടിക്കലാശം കൂടി ഉണ്ടായിരുന്നു, കുറച്ച് ഈവൻറ്റ്സ്, ഗെയിംസ്, പിന്നീട് അവസാനം എല്ലാവരും കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ്. എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി, ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം സദ്യയുടെ ഒരുവിധം പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരിട്ട് പോയതെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയിലേക്കാണ്. ഇത് കണ്ടു. ഈ പരിപാടി കണ്ടപ്പോൾ എനിക്ക് നാട്ടിലെ കുലുകൂത്തി പരിപാടിയാണ് ഓർത്തത്. പിന്നീട് നമ്മുടെ യക്ഷിപ്പടത്തിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പെമ്പിള്ളേർ ചിരിക്കുമല്ലോ, ആ ഒരു സൗണ്ടും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പെമ്പിള്ളേർ കസവും മുണ്ടും സാരിയൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്ക് അതൊരു ഐശ്വര്യം തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇനി ഒരു കൊട്ടിക്കലാശത്തിൻ്റെ ഡാൻസോട് കൂടി ഞങ്ങൾ ഈ പരിപാടി നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ